ചെങ്ങാലൂർ രണ്ടാങ്കലിൽ യുവതിയെ കൊലപ്പെടുത്തി കിണറ്റിൽ തള്ളിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി. പ്രതിയെന്ന് സംശയിക്കുന്ന ഭർത്താവിന്റെ ഫോട്ടോ പുതുക്കാട് പോലീസ് പുറത്തുവിട്ടു. ഭൂമി കച്ചവടത്തിന്റെ മറവിൽ 2.5 ലക്ഷം രൂപ തട്ടിയെടുത്തയാളെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. വിവിധ ജില്ലകളിലായി 80 ലക്ഷം രൂപയുടെ തട്ടിപ്പ് പ്രതി നടത്തിയിട്ടുണ്ടെന്ന് പോലീസ്. ബിജെപി ഉയർത്തുന്ന വർഗീയ ഫാസിസവും സിപിഎമ്മിന്റെ അക്രമ രാഷ്ട്രീയവും തടയുന്നതിന് കോൺഗ്രസ് മാത്രമേ കഴിയൂവെന്ന് കെപിസിസി പ്രസിഡന്റ് വി എം സുധീരൻ. നരേന്ദ്രമോദി സർക്കാർ കോർപ്പറേറ്റുകളുടെ സംരക്ഷകരായെന്നും സുധീരൻ. ഗ്രാമവാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. ചെങ്ങാലൂർ രണ്ടാങ്കല്ലിൽ യുവതിയെ കൊലപ്പെടുത്തി കിണറ്റിൽ തള്ളിയ സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ഭർത്താവിന്റെ ഫോട്ടോ പുതുക്കാട് പോലീസ് പുറത്തുവിട്ടു. മുടിയും താടിയുമുള്ള ഒരു ഫോട്ടോയും തല മുണ്ഡനം ചെയ്ത് താടിയും മീശയും ഇല്ലാത്ത ഒരു ഫോട്ടോയുമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. വടക്കുംകര സുജിത്തിന്റെ ഭാര്യ ശാലിനിയാണ് 2 ആഴ്ച മുൻപ് കൊല്ലപ്പെട്ടത്. സംഭവത്തിന് ശേഷം തമിഴ്നാട്ടിലേക്ക് ബൈക്കുമായി കടന്ന സുജിത്തിന് വേണ്ടി 2 സംഘങ്ങളായി പോലീസ് തെരച്ചിൽ നടത്തിയെങ്കിലും യാതൊരുവിധ തെളിവും ലഭിക്കാതായതോടെ തമിഴ്നാട്ടിലെ അന്വേഷണം പോലീസ് അവസാനിപ്പിച്ചു. പ്രതിയുടെ രേഖാചിത്രം തയ്യാറാക്കി തമിഴ്നാട് പോലീസിന് കൈമാറി. പൊതുസ്ഥലങ്ങളിൽ പതിക്കുന്നതിനായാണ് രേഖാചിത്രം കൈമാറിയത്. 8 ATM കാർഡുമായി മുങ്ങിയ സുജിത്ത് അക്കൌണ്ടിൽ നിന്ന് പണം പിൻവലിക്കാത്തതും മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തതും പോലീസിന്റെ അന്വേഷണം വഴിമുട്ടിക്കുന്നതിന് കാരണമായി. തമിഴ്നാട്ടിലെ വിവിധ ടെലിഫോൺ ബൂത്തുകളിൽ നിന്നും നാട്ടിലുള്ള സുഹൃത്തുക്കളും ബന്ധുക്കളുമായി സുജിത്ത് ബന്ധപ്പെടാറുണ്ടെന്നും പോലീസ് പറഞ്ഞു. കൊല്ലപ്പെട്ട യുവതിയുടെ ഫോണിലേക്ക് വിളിച്ചിരുന്ന 63 പേരെ പോലീസ് ചോദ്യം ചെയ്തു. കയ്യിൽ പണമില്ലാതെ മുങ്ങിയ സുജിത്തിന് നാട്ടിൽ നിന്ന് പണം ലഭിക്കുന്നുണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ്. ഭൂമി കച്ചവടത്തിന്റെ മറവിൽ 2.5 ലക്ഷം രൂപ തട്ടിയെടുത്ത മുൻ വൈദികനെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ നല്ലങ്കര തത്രത്തിൽ വീട്ടിൽ തോമസിനെയാണ് SI ശശീന്ദ്രൻ അറസ്റ്റ് ചെയ്തത്. പോട്ട സ്വദേശി കോലഞ്ചേരി ജോൺസന്റെ പരാതിയെ തുടർന്നാണ് അറസ്റ്റ്. കോട്ടയം സ്വദേശി ജോർജിന്റെ പക്കൽ നിന്ന് വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് 20 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ തോമസ് ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. കാക്കനാട് ജയിലിൽ നിന്നാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി തോമസ് 80 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ഓർത്തഡോക്സ് സഭയിലെ വൈദികനായിരിക്കെ 2 വർഷം മുൻപാണ് തോമസ് ചാലക്കുടിയിലെത്തി പോട്ട സ്വദേശിയുമായി പരിചയപ്പെട്ടത്. കോട്ടയത്തുള്ള മറ്റൊരാളുടെ സ്ഥലം ആദായ വിലയ്ക്ക് നൽകാമെന്ന് പറയുകയും ഇതിന്റെ നടപടിക്രമത്തിലേക്കായി 2.5 ലക്ഷം രൂപ കൈക്കലാക്കി മുങ്ങുകയുമായിരുന്നു. ഇടുക്കിയിൽ മറ്റൊരു ഭൂമി തട്ടിപ്പിലൂടെ 35 ലക്ഷം രൂപയും ഇയാൾ കൈവശപ്പെടുത്തിയിട്ടുണ്ട്. തട്ടിപ്പ് കഥകൾ പുറത്തു വന്നതോടെ തോമസിനെ വൈദിക സ്ഥാനത്തു നിന്നും സഭാ അധികൃതർ മാറ്റിയിരുന്നു. ബിജെപി ഉയർത്തുന്ന വർഗീയ ഫാസിസവും സിപിഎമ്മിന്റെ അക്രമ രാഷ്ട്രീയവും തടയുന്നതിന് കോൺഗ്രസിന് മാത്രമേ കഴിയൂവെന്ന് കെപിസിസി പ്രസിഡന്റ് വി എം സുധീരൻ പറഞ്ഞു. INTUC സംസ്ഥാന നേതാവായിരുന്ന PV നളൻ, KPCC അംഗമായിരുന്ന MA ദേവസി എന്നിവരെ അനുസ്മരിക്കുന്നതിന് ചേർന്ന സമ്മേളനം ചാലക്കുടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ UDFന്റെ ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് സുധീരൻ പറഞ്ഞു. കേന്ദ്രത്തിൽ ഭരണം 1 വർഷം പിന്നിട്ടപ്പോൾ നരേന്ദ്രമോദി സർക്കാർ കോർപ്പറേറ്റുകളുടെ സംരക്ഷകരാണെന്ന് വ്യക്തമായി. ബംഗാളും അരുവിക്കരയും കണ്ടിട്ടും പഠിക്കാത്ത CPM ജനങ്ങളിൽ നിന്ന് അകലുകയാണെന്നും സുധീരൻ പറഞ്ഞു. ചാലക്കുടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ചടങ്ങിൽ DCC പ്രസിഡന്റ് ഒ അബ്ദുറഹിമാൻ കുട്ടി അധ്യക്ഷത വഹിച്ചു. ഏറ്റവും മികച്ച തൊഴിലാളി പ്രവർത്തകനുള്ള മണ്ഡലം കമ്മിറ്റിയുടെ പുരസ്കാരം INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളിക്ക് സുധീരൻ സമ്മാനിച്ചു. ജോസ് വള്ളൂർ, മേരി നളൻ, ഷിബു വാലപ്പൻ എന്നിവർ സംസാരിച്ചു. ചേലക്കര വെങ്ങാനല്ലൂരിൽ പൂട്ടിക്കിടന്ന വീട്ടിൽ നടന്ന മോഷണത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കടങ്ങയിൽ മാത്യുവിന്റെ വീട്ടിൽ നടന്ന മോഷണത്തിൽ 4.5 പവന്റെ സ്വർണ്ണാഭരണങ്ങളും 3000 രൂപയും നഷ്ടപ്പെട്ടിരുന്നു. ഈ മാസം 12-ന് മാത്യുവും ഭാര്യയും വീട് പൂട്ടി കോട്ടയത്തുള്ള മകളുടെ വീട്ടിൽ പോയി തിരിച്ച് തിങ്കളാഴ്ച വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. മുൻവശത്തുള്ള വാതിൽ അകത്തുനിന്ന് പൂട്ടിയും പിൻവശത്തെ വാതിൽ തകർത്ത നിലയിലുമായിരുന്നു. പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി തൃശൂരിൽ നിന്നുള്ള വിരലടയാള വിദഗ്ധർ എത്തി കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു. വിരലടയാള വിദഗ്ധരായ PG നാരായണപ്രസാദ്, KC ദിനേശൻ, രാമദാസ്, ചേലക്കര SI ഗോപകുമാർ തുടങ്ങിയവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. പാവറട്ടി വിളക്കാട്ട് പാടത്ത് മണ്ണിനടിയിൽ നിന്ന് പുകയും ചൂടുവെള്ളവും പൊന്തിവന്നത് പരിശോധിക്കാൻ ജിയോളജിക്കൽ ഉദ്യോഗസ്ഥരുടെ സംഘമെത്തി. കഴിഞ്ഞ ദിവസമാണ് വിളക്കാട്ട് പാടത്ത് സ്വകാര്യ വ്യക്തിയുടെ വീട്ടുവളപ്പിൽ മണ്ണിനടിയിൽ നിന്നും പുകയും ചൂടുവെള്ളവും ഉയർന്നു വന്നത്. ദുർഗന്ധം വമിക്കുന്നതായിരുന്നു വെള്ളം. ഈ പ്രതിഭാസം എന്തെന്നറിയാതെ നാട്ടുകാർ പരിഭ്രാന്തരായി. ജിയോളജിക്കൽ വകുപ്പ് ഉദ്യോഗസ്ഥ PK ലീനയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്ഥലം സന്ദർശിച്ചത്. വിശദമായ പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥർ സാമ്പിൾ കൊണ്ടുപോയിട്ടുണ്ട്.
കുട്ടികളുടെ മനസ്സ് തിരിച്ചറിയാനുള്ള കഴിവ് മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഒരുപോലെ നഷ്ടപ്പെടുന്നതായി സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം പ്രൊഫസർ കെ എ തുളസി പറഞ്ഞു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS വാർഷികാഘോഷം തൃപ്പയാറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. അമിതമായ വാത്സല്യവും അമിതമായ നിയന്ത്രണവും മൂലം കൌമാരക്കാർ ചെയ്യുന്ന തെറ്റുകളെ കണ്ടെത്താൻ മാതാപിതാക്കൾക്ക് തടസ്സമുണ്ടാകും. കുട്ടികളെ ഒപ്പമിരുത്തി സീരിയലുകൾ കാണുന്ന നിലപാട് മാതാപിതാക്കൾ ഉപേക്ഷിക്കണം. സോഷ്യൽ മീഡിയയ്ക്ക് അനുകൂലമായ സുപ്രീംകോടതി വിധി മറികടക്കാൻ നിയമ ഭേദഗതി കൊണ്ടുവരേണ്ട സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. കുടുംബ ഭദ്രത ഉറപ്പാക്കാൻ പെൺകുട്ടികളുടെ വിവാഹപ്രായം ഉയർത്തണമെന്നാണ് തന്റെ നിലപാടെന്നും കെ എ തുളസി പറഞ്ഞു. സിനിമാ സീരിയൽ താരം വരദ മുഖ്യാതിഥിയായി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ അധ്യക്ഷനായിരുന്നു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ദിലീപ് കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ മഞ്ജുള അരുണൻ, CM നൌഷാദ്, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ വിദ്യാപ്രകാശൻ എന്നിവർ പങ്കെടുത്തു. കയ്പമംഗലം കമ്പനിക്കടവിൽ സ്വകാര്യ വ്യക്തി നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചതിനെതിരെ നാട്ടുകാർ രംഗത്ത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കമ്പനിക്കടവ് ബീച്ചിൽ തീരദേശ പരിപാലന നിയമം ലംഘിച്ച് സ്വകാര്യ വ്യക്തി സ്ഥലം വാങ്ങി പഴയ കെട്ടിടം പൊളിച്ചു മാറ്റി പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ കെട്ടിട നിർമ്മാണം ആരംഭിച്ചത്. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയതോടെ പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി നിർമ്മാണം നിർത്തിവെക്കാൻ നോട്ടീസ് നൽകി. എന്നാൽ ഇതിനെതിരെ കെട്ടിട ഉടമ ഹൈക്കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങി നിർമ്മാണം പുനരാരംഭിക്കുകയായിരുന്നു. അനധികൃത നിർമ്മാണത്തിനെതിരെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. ഇതിനിടെയാണ് പരിസരവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധം കെട്ടിടത്തിൽ 4 ദിശകളിലേക്കായി 4 ക്യാമറകൾ സ്ഥാപിച്ചത്. മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് അവരുടെ സ്വകാര്യതയിലേക്ക് എത്തിനോക്കുന്ന രീതിയിലാണ് ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. പഞ്ചായത്ത് യോഗത്തിൽ വിഷയം അവതരിപ്പിച്ചതിനെ തുടർന്ന് എത്രയും പെട്ടെന്ന് നടപടിയെടുക്കാൻ തീരുമാനിച്ചതായി പഞ്ചായത്ത് അംഗം KG ദിലീപ് അറിയിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. മഴയിൽ മാലിന്യങ്ങളാൽ നിറഞ്ഞ ചേർപ്പ് പഞ്ചായത്തിലെ മഹാത്മാ മൈതാനം ദുർഗന്ധപൂരിതമായി. ചേർപ്പ് തായംകുളങ്ങരയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മൈതാനം ഇന്ന് മാലിന്യങ്ങൾ നിറഞ്ഞും ചെളി നിറഞ്ഞും ശോചനീയമാണ്. മൈതാനത്തിന്റെ പല ഭാഗങ്ങളിലും പൊന്തക്കാടുകൾ നിറഞ്ഞിരിക്കുകയാണ്. 1934 മഹാത്മാഗാന്ധി സന്ദർശിച്ച മൈതാനം പിന്നീട് മഹാത്മാ മൈതാനം എന്നറിയപ്പെടുകയായിരുന്നു. എന്നാൽ ഗാന്ധിജിയെ നിന്ദിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഗാന്ധി സന്ദർശനത്തിന്റെ സൂചകമായി നിർമ്മിച്ച ഗാന്ധി സ്തൂപവും ഇന്ന് അവഗണനയുടെ പ്രതീകമാണ്. വിവിധ രാഷ്ട്രീയ സാംസ്കാരിക പരിപാടികൾക്ക് സാക്ഷിയായിരുന്ന മൈതാനം ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വാഹന പാർക്കിങ്ങിനാണ്. പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് മൈതാനം മൂടിപ്പിടിപ്പിച്ചെങ്കിലും ഇത് കാര്യക്ഷമമായിരുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. മൈതാനിയിലെ കോൺക്രീറ്റ് ഇരിപ്പിടങ്ങൾ ഭൂരിഭാഗവും തകർന്ന നിലയിലാണ്. രാത്രികാലങ്ങളിൽ വൈദ്യുതി വെളിച്ചം ഇല്ലാത്ത ഈ മേഖലയിൽ സാമൂഹിക വിരുദ്ധരുടെ താവളമായിരിക്കുകയാണ്. ഗാന്ധി പ്രതിമയ്ക്ക് ചുറ്റിലും സിഗരറ്റ് കുറ്റികളും മറ്റ് മാലിന്യങ്ങളും നിറഞ്ഞിരിക്കുന്നത് ഇതിന്റെ തെളിവാണ്. മഹാത്മാ മൈതാനിയെ സംരക്ഷിക്കണമെന്നും നവീകരിച്ച് ഉപയോഗപ്രദമാക്കണമെന്നുമുള്ള നാട്ടുകാരുടെ ആവശ്യം അധികാരികൾ മുഖവിലക്കെടുക്കുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം. TCV ചേർപ്പ. കേച്ചേരി KSEB ഓഫീസിന് മുന്നിൽ വാഹനം പാർക്ക് ചെയ്യുന്നതിനെ ചൊല്ലിയുള്ള സംഘർഷത്തിൽ മധ്യവയസ്കന് മർദ്ദനമേറ്റു. ഹെൽമറ്റ് കൊണ്ട് അടിയേറ്റ് ഗുരുതരമായി പരിക്കേറ്റ പറപ്പൂക്കാവ് പറപ്പൂപ്പറമ്പിൽ മുകുന്ദനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം വൈകിട്ട് വൈദ്യുതി ബില്ലടയ്ക്കാൻ എത്തിയ മുകുന്ദൻ സെക്യൂരിറ്റി ജീവനക്കാരൻ പറഞ്ഞ സ്ഥലത്ത് കാർ പാർക്ക് ചെയ്തിരുന്നു. ഇതേസമയം ബൈക്കെടുക്കാനായി വന്ന KSEB സബ് എഞ്ചിനീയർ ബിജു കാർ മാറ്റിയിടാൻ ആവശ്യപ്പെട്ടതോടെ ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. ഇതിനിടയിൽ ബിജു ഹെൽമറ്റ് എടുത്ത് മുകുന്ദന്റെ മുഖത്ത് അടിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. സംഭവത്തിൽ കുന്നംകുളം പോലീസ് കേസെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അഴിമാവ് പാലം നിർമ്മാണ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഗീതാഗോപി MLAയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കാൽനൂറ്റാണ്ടായി അഴിമാവ് നിവാസികളുടെ സ്വപ്നമായ അഴിമാവ് പാലം യാഥാർത്ഥ്യമാക്കുക, വിഷയത്തിൽ ഗീതാഗോപി MLA കാണിക്കുന്ന അനാസ്ഥ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. തൃപ്പയാർ കിഴക്കേ നടയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് MLAയുടെ ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ BJP നാട്ടിക നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി PR സിദ്ധൻ ഉദ്ഘാടനം ചെയ്തു. സമരസമിതി കൺവീനർ KS ചന്ദ്രബാബു അധ്യക്ഷനായിരുന്നു. BJP ജില്ലാ സെക്രട്ടറി സേവ്യർ പള്ളത്ത്, P കൃഷ്ണനുണ്ണി, പ്രകാശൻ കണ്ടങ്ങത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് കടപ്പുറം അടിത്തിരുത്തിയിൽ നിന്ന് കാണാതായ ഗൃഹനാഥന്റെ മൃതദേഹം ഒരുമണിയൂർ ലോക്കിനടുത്ത് കനോലി കനാലിൽ കണ്ടെത്തി. അടിത്തിരുത്തി പള്ളിക്കടുത്ത് വലിയകത്ത് ലത്തീഫാണ് മരിച്ചത്. ഞായറാഴ്ച രാവിലെ വീട്ടിൽ നിന്ന് പോയ ലത്തീഫിനെ തിങ്കളാഴ്ച രാവിലെ നാട്ടുകാർ കണ്ടിരുന്നു. ലോട്ടറി കച്ചവടവും കൂലിപ്പണിയുമായിരുന്നു ഇയാളുടെ ജോലി. ഇതിനിടെ കനോലി കനാലിന്റെ തീരത്ത് ചെരുപ്പ് കണ്ടതിനെ തുടർന്ന് നാട്ടുകാരും ബന്ധുക്കളും അന്വേഷണം നടത്തുകയായിരുന്നു. ഗുരുവായൂരിൽ നിന്ന് അഗ്നിശമന സേനയും ചാവക്കാട് CI P അബ്ദുൾ മുനീർ, SI AV രാധാകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസും സ്ഥലത്തെത്തി. വിദേശ ഉപരിപഠനത്തിന്റെ സാധ്യതകളെക്കുറിച്ച് ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ സെമിനാർ നടത്തി.
ഡോക്ടർ KN ബ്രിജേഷ് നായർ സെമിനാറിന് നേതൃത്വം നൽകി. മാനേജർ ഫാദർ ജോസ് പുന്നോലിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ ഡോക്ടർ KK ബാബു, തോമസ് മാത്യു, ബോബി പീറ്റർ എന്നിവർ സംസാരിച്ചു. എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകൾ നവീകരിക്കുന്നതിന് 42 ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചതായി PA മാധവൻ MLA അറിയിച്ചു. കാക്കശ്ശേരി പുതുനഗർ റോഡിന് 5 ലക്ഷം, പാറ മഹാത്മാ റോഡിന് 8 ലക്ഷം, കണിയാന്തുരുത്ത് റോഡിന് 10 ലക്ഷം, പൂമ്പുള്ളി കാത്തേരി കോളനി റോഡിന് 12 ലക്ഷം, ദുർഗാദേവി ദേശബലത്ത് റോഡിന് 7 ലക്ഷം എന്നിങ്ങനെയാണ് വകയിരുത്തിയിട്ടുള്ളത്. കളഞ്ഞു കിട്ടിയ സ്വർണ്ണാഭരണവും പണവും അടങ്ങിയ ബാഗ് ഉടമയ്ക്ക് തിരിച്ചു നൽകി വയോധികൻ മാതൃകയായി. വട്ടക്കോട്ട ചെന്തുരുത്തി അരവിന്ദനാണ് വഴിയിൽ നിന്ന് 1.5 പവനോളം തൂക്കം വരുന്ന ആഭരണവും 1000-ഓളം രൂപയും അടങ്ങിയ ബാഗ് ലഭിച്ചത്. തുടർന്ന് അരവിന്ദൻ മാള പോലീസിൽ ബാഗ് ഏൽപ്പിച്ചു. ബാഗ് നഷ്ടപ്പെട്ട കാവനാട് സ്വദേശി ഞാറക്കാട്ട് അലി പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്നാണ് ബാഗ് തിരിച്ചറിഞ്ഞത്. പോലീസിന്റെ സാന്നിധ്യത്തിൽ അരവിന്ദൻ ബാഗ് അലിക്ക് കൈമാറി. കയ്പമംഗലം കമ്പനിക്കടവിൽ സ്വകാര്യ വ്യക്തി നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകൾ എടുത്തുമാറ്റണമെന്നാവശ്യപ്പെട്ട് BJP കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കെട്ടിടത്തിലേക്ക് മാർച്ച് നടത്തി. BJP നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് KG ദിലീപ് ഉദ്ഘാടനം ചെയ്തു. BJP പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ ജിനൻ മാമ്പറത്ത് അധ്യക്ഷത വഹിച്ചു. EK ദാസൻ, MC രാജൻ, EM മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. കനത്ത മഴയിൽ വീട് തകർന്നു. മണലൂർ പഞ്ചായത്തിലെ 6-ാം വാർഡിൽ പെരിങ്ങാട്ട് വേലായുധന്റെ ഓടിട്ട വീടാണ് പൂർണ്ണമായും തകർന്നത്. വേലായുധനും ഭാര്യ അമ്മുവും മാത്രമാണ് വീട്ടിൽ താമസിക്കുന്നത്. വീടിന്റെ പടിഞ്ഞാറേ ചുമർ ഇടിയുന്ന ശബ്ദം കേട്ട് പുറത്തേക്ക് ഓടിയതിനാൽ ഇരുവർക്കും അപകടം പറ്റിയില്ല. വാർഡംഗം ജനാർദ്ദനൻ മണ്ണുമ്മൽ ഇവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികളെടുത്തു. എടത്തിരുത്തി സിറാജ് നഗറിൽ പണം വെച്ച് ചീട്ട് കളിച്ച 7-അംഗ സംഘത്തെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. എടത്തിരുത്തി സ്വദേശികളായ സോമശേഖരൻ, ഷക്കീർ, ബിനേഷ്, തളിക്കുളം സ്വദേശികളായ അബ്ദുൽ ഖാദർ, മുഹമ്മദ്, ഷക്കീർ, ശശികുമാർ, പ്രസാദ് എന്നിവരെയാണ് മതിലകം SI MK ഷാജിയുടെയും സംഘവും അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് 1,11,090 രൂപ പോലീസ് പിടിച്ചെടുത്തു. സോമശേഖരന്റെ വീട്ടിലാണ് ഇവർ ചീട്ട് കളിച്ചിരുന്നത്. ഇവരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. ഖത്തറിലെ പ്രവാസി മലയാളി കൂട്ടായ്മയായ പെരിങ്ങോട്ടുകര അസോസിയേഷൻ ഖത്തർ എന്ന സംഘടന താന്യം പഞ്ചായത്തിൽ പാവപ്പെട്ടവർക്കായി 5 വീടുകൾ നിർമ്മിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. താന്യം ഗ്രാമപഞ്ചായത്തിന് ഭവനരഹിതരില്ലാത്ത ഗ്രാമപഞ്ചായത്താക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭവനങ്ങൾ നിർമ്മിച്ചു നൽകുന്നത്. സ്വന്തമായി 3 മുതൽ 7 സെന്റ് വരെ ഭൂമിയുള്ള നിരാലംബർക്ക് നൽകാൻ 420 സ്ക്വയർ ഫീറ്റിൽ 4,25,000 രൂപ ചെലവിൽ 5 ഭവനങ്ങൾ പൂർത്തിയാക്കിയതായി ഭാരവാഹികൾ പറഞ്ഞു. കോസ്റ്റ് ഫോർഡിന്റെ മേൽനോട്ടത്തിൽ നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനം പത്മശ്രീ അഡ്വക്കേറ്റ് CK മേനോൻ വ്യാഴാഴ്ച നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ ചികിത്സാ സഹായം വിതരണം ചെയ്യും. അസോസിയേഷൻ ഭാരവാഹികളായ അഷ്റഫ് അമ്പലത്ത്, വിനോദ് നടുവത്തേരി, ഹബീബ് ചേർക്ക, ഖാദർ ഫിൽഫില, രവി മേനോൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എടമുട്ടം പാലപ്പെട്ടിയിൽ സ്വകാര്യ വ്യക്തി തോട് നികത്തിയത് മൂലം വെള്ളക്കെട്ട് ഭീഷണിയിലായ നിർധന കുടുംബത്തിന് ഒടുവിൽ ആശ്വാസമെത്തി. നികത്തിയ തോട് സ്വകാര്യ വ്യക്തി തന്നെ തുറന്ന് നീരൊഴുക്ക് സുഗമമാക്കിയതോടെ വെള്ളക്കെട്ട് ഒഴിവായി. TCVയുടെ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് പ്രശ്നം രമ്യമായി പരിഹരിച്ചത്. കരയാമുട്ടത്ത് അംബുജാക്ഷിയുടെ പുരയിടത്തിലെ കുളം നിറഞ്ഞു കവിഞ്ഞുള്ള വെള്ളം പടിഞ്ഞാറ് ഭാഗത്തെ തോട്ടിലൂടെയാണ് ഒഴുകിപ്പോയിരുന്നത്. എന്നാൽ ഈ തോട് സ്വകാര്യ വ്യക്തി ചകിരി നിറച്ച് നികത്തിയതോടെ അംബുജാക്ഷിയുടെ വീട് വെള്ളക്കെട്ടിലാകുകയായിരുന്നു. വാർദ്ധക്യ സഹജമായ അവശതകളിൽ കഴിയുന്ന അംബുജാക്ഷിയും അർബുദ രോഗിയായ മകൾ ഷീജ, മറ്റൊരു മകൾ താര, മരുമകൻ വിശ്വൻ എന്നിവർ ഈ വീട്ടിലാണ് കഴിഞ്ഞിരുന്നത്. വെള്ളക്കെട്ട് മൂലം കഴിഞ്ഞ വർഷം വീടിന്റെ തറ ഇടിഞ്ഞു താഴ്ന്നിരുന്നു. കഴിഞ്ഞ 1 മാസക്കാലമായി വെള്ളക്കെട്ടിലായ വീട്ടിൽ അംബുജാക്ഷി ഉൾപ്പെടെയുള്ളവർക്ക് കടുത്ത പനി ബാധിച്ചു. ബാർബർ തൊഴിലാളിയായ മരുമകൻ വിശ്വനായിരുന്നു അംബുജാക്ഷിയുടെ കുടുംബത്തിന്റെ ഏക അത്താണി. പനി പിടിപെട്ടതോടെ വിശ്വന് ജോലിക്കും പോകാൻ കഴിയാത്ത സാഹചര്യമായി. TCV വാർത്തയെ തുടർന്ന് പൊതുപ്രവർത്തകൻ അബ്ദുൾ മജീദ് സ്വകാര്യ വ്യക്തിയുമായി സംസാരിച്ച് തോട് തുറക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ആരോഗ്യവകുപ്പും വലപ്പാട് ഗ്രാമപഞ്ചായത്ത് അധികൃതരും അംബുജാക്ഷിയുടെ കുടുംബത്തെ തിരിഞ്ഞു നോക്കിയില്ലെന്ന് നേരത്തെ ആരോപണം ഉയർന്നിരുന്നു. TCV ന്യൂസ്, തൃപ്രയാർ. തളിക്കുളത്ത് പ്രണയം നടിച്ച +2 വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ യുവാവിനെ വലപ്പാട് CI R രതീഷ് കുമാറും സംഘവും അറസ്റ്റ് ചെയ്തു. തളിക്കുളം പുതുക്കുളങ്ങര സ്വദേശി മുസിയാം വീട്ടിൽ ഷെബീറാണ് അറസ്റ്റിലായത്. പുതുക്കാട് മേഖലയിലെ +2 വിദ്യാർത്ഥിനിയാണ് പീഡനത്തിന് ഇരയായത്. കഴിഞ്ഞ 15 ദിവസമായി പെൺകുട്ടിയെ കാണാനില്ലെന്ന് കാണിച്ച് രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് CIയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി ഷെബീറിന്റെ വീട്ടിൽ നിന്ന് പെൺകുട്ടിയെ കണ്ടെത്തിയത്. 15 ദിവസമായി പെൺകുട്ടിയെ സ്വന്തം വീട്ടിൽ താമസിപ്പിച്ച് പ്രതി പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. വടനപ്പള്ളി SI TD ജോസ്, വലപ്പാട് ASI MP മുഹമ്മദ് റാഫി, CPOമാരായ ലിജു, രാജേഷ് ബാബു, വനിതാ CPO ജൂലി എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു.
പുത്തഞ്ചിറയിൽ ബിജെപി പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ 5 ഡിവൈഎഫ്ഐ പ്രവർത്തകരെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. പുത്തഞ്ചിറ സ്വദേശികളായ അമ്പാട്ടുപറമ്പിൽ ശരത്, കുഴിക്കണ്ടത്തിൽ ഷെരീഫ്, അറക്കപ്പറമ്പിൽ ഫൈസൽ, കണ്ണമ്പുഴ എറിക്കാടൻ ഷെൽബിൻ, ചേറാട്ട് ധനുഷ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ബിജെപി പ്രവർത്തകരായ ബാജി, അനൂപ് എന്നിവരെ മർദ്ദിച്ചെന്ന പരാതിയിലാണ് അറസ്റ്റ്. ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ആക്രമിച്ചതായുള്ള പരാതിയിലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. പരിസ്ഥിതി സംബന്ധിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനം ആസ്പദമാക്കി ദ്വിദിന സെമിനാർ നടത്തി. തൃശൂർ അസീസി പ്രൊവിൻഷ്യൽ ഹാളിൽ നടന്ന സെമിനാർ ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട് ഉദ്ഘാടനം ചെയ്തു. പ്രൊവിൻഷ്യൽ ഡോക്ടർ റോസ് അനിത അധ്യക്ഷത വഹിച്ചു. വ്യാപാരി വ്യവസായ സമിതി തൃശൂർ ഏരിയ കമ്മിറ്റി മെമ്പർഷിപ്പ് ക്യാമ്പയിൻ വ്യാപാരി വ്യവസായ സമിതി ജില്ലാ സെക്രട്ടറി KM ലെനിൻ ഉദ്ഘാടനം ചെയ്തു. CJ സേവ്യർ അധ്യക്ഷത വഹിച്ചു. ജോയ് പ്ലാശ്ശേരി, അലക്സ് പോൾ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. അധികാരികൾ കണ്ണടച്ചപ്പോൾ യുവാക്കളുടെ കൂട്ടായ്മയിൽ റിഫ്ലക്ടർ മിഴി തുറന്നു. അപകടം പതിയിരിക്കുന്ന ചേറ്റുവ ടോൾ ഡിവൈഡറിലാണ് ഫത്ത ഗ്രൂപ്പ് ക്ലബ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ റിഫ്ലക്ടർ സ്ഥാപിച്ചത്. എറണാകുളം ഭാഗത്തുനിന്നും ചേറ്റുവ പാലം ഇറങ്ങി ചാവക്കാട് ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ ഡിവൈഡറിൽ തട്ടി അപകടം നിത്യസംഭവമായതിനെ തുടർന്നാണ് നാട്ടുകാർ സംഘടിച്ചത്. വലിയ ലോറികളും മറ്റു വാഹനങ്ങളും ഡിവൈഡറിൽ തട്ടി ഒട്ടേറെ അപകടങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ടും അധികൃതർ നടപടിയെടുക്കാത്തതിനാലാണ് യുവാക്കൾ രംഗത്തിറങ്ങിയത്. സോളാറിൽ പ്രവർത്തിക്കുന്ന വിവിധ വർണ്ണത്തിലുള്ള 5 റിഫ്ലക്ടറുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഗ്രാമങ്ങളിലെ നാട്ടിടവഴികളിൽ നിന്ന് പറിച്ചെടുത്ത ഔഷധമൂല്യമുള്ള ചെടികളുടെ പ്രദർശനം ശ്രദ്ധേയമായി. കടപ്പുറം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടറിമാരും VHSE വിഭാഗവും ചേർന്നാണ് പ്രദർശനം നടത്തിയത്. മരോട്ടി, നിത്യകല്യാണി, മുത്തിൽ, ശതാവരി തുടങ്ങിയ ചെടികൾ നാട്ടുപച്ച എന്ന പ്രദർശനത്തിലുണ്ടായിരുന്നു. VHSE വിഭാഗം പ്രിൻസിപ്പാൾ ക്ലാര ജെ തട്ടിൽ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. സവിത V നമ്പൂതിരി, ഷൺമുഖൻ വൈദ്യർ, പ്രധാനാധ്യാപിക AK സുലോചന, NSS കോർഡിനേറ്റർ TP പ്രിയ തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലാങ്ങാട് BPM LP സ്കൂളിൽ ചാന്ദ്രദിനത്തിൽ കുട്ടികൾ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനം നടത്തി. ചിത്രപ്രദർശനം ഏറെ ശ്രദ്ധേയമായി. സംസ്ഥാന സർക്കാരിന്റെ 3 കോടിയുടെ മൺസൂൺ ബമ്പർ തൃപ്പയാറിൽ വിറ്റ ടിക്കറ്റിന് MD 479820 എന്ന സീരിയൽ നമ്പറാണ് തൃപ്പയാറിൽ മൺസൂൺ ബമ്പർ ഭാഗ്യവുമായി എത്തിയത്. തൃപ്പയാർ പോളി ജംഗ്ഷന് പടിഞ്ഞാറ് ഭാഗത്ത് മണക്കാട്ട് ചന്ദ്രന്റെ പെട്ടിക്കടയിൽ നിന്നിട്ടാണ് സമ്മാനാർഹമായ ടിക്കറ്റ്. കടയിൽ ബാക്കി വന്ന 6 ടിക്കറ്റുകളൊന്നാണ് സമ്മാനാർഹമായത്. ഇരിഞ്ഞാലക്കുട നഗരസഭ അതിർത്തിയിലെ ബൈപ്പാസ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ നടപടികൾ ആരംഭിച്ചു. ബൈപ്പാസിനായി നഗരസഭ ഏറ്റെടുക്കുന്ന ഭൂമിക്ക് പകരം നഗരമധ്യത്തിലുള്ള കോടികൾ വിലമതിക്കുന്ന ഭൂമി നൽകാനാണ് നീക്കം നടക്കുന്നതെന്ന് ആക്ഷേപമുണ്ട്. നിരവധി സ്ഥലങ്ങൾ ഇതിനോടകം ഏറ്റെടുത്തു. രാഷ്ട്രീയ സ്വാധീനമുള്ള സ്വകാര്യ വ്യക്തിയുടെ ബൈപ്പാസിലെ ഭൂമി ഏറ്റെടുക്കാൻ നഗരസഭ തയ്യാറായിട്ടില്ല. ഇതിനെ തുടർന്ന് ബൈപ്പാസിന്റെ അവസാനഘട്ട നിർമ്മാണം അനിശ്ചിതത്വത്തിലായിരുന്നു. 27 വർഷം മുമ്പ് ആരംഭിച്ച ബൈപ്പാസ് നിർമ്മാണം പിന്നീട് നിലച്ചു. ജനങ്ങളിൽ നിന്ന് എതിർപ്പ് വന്നതോടെ അടിയന്തരമായി കഴിഞ്ഞ കൌൺസിലിൽ പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചു. അതേസമയം പ്രതിപക്ഷാംഗങ്ങൾ കമ്മിറ്റിയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ബൈപ്പാസിൽ 11.5 സെന്റ് ഭൂമിക്ക് പകരം നഗരമധ്യത്തിലെ പാർക്കിങ്ങിന് ഉപയോഗിച്ചിരുന്ന 7.5 സെന്റ് സ്വകാര്യ വ്യക്തിക്ക് എഴുതിക്കൊടുക്കാനാണ് നീക്കം നടക്കുന്നത്. സ്വകാര്യ വ്യക്തിയുടെ ബാറിനോട് ചേർന്നുള്ള ഈ ഭൂമി നൽകുന്നത് അഴിമതിയാണെന്ന് ആരോപണമുയർന്നിട്ടുണ്ട്. നഗരസഭയുടെ നിസ്സംഗതയ്ക്കെതിരെ ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ച് ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം. ഇരിഞ്ഞാലക്കുട നഗരസഭ ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി സ്വകാര്യ വ്യക്തിക്ക് ഭൂമി നൽകാനുള്ള നീക്കത്തെ എതിർക്കുമെന്ന് BJP കൌൺസിലർ സന്തോഷ് ബോബൻ പറഞ്ഞു. സ്വകാര്യ വ്യക്തിയിൽ നിന്ന് ഏറ്റെടുക്കുന്ന ഭൂമിക്ക് മാർക്കറ്റ് വില നൽകണമെന്നും നഗരസഭയുടെ ഭൂമി സംരക്ഷിക്കണമെന്നുമാണ് BJPയുടെ അഭിപ്രായമെന്ന് സന്തോഷ് ബോബൻ പ്രസ്താവനയിൽ പറഞ്ഞു. ലണ്ടനിലേക്ക് ജോലി വാഗ്ദാനം ചെയ്ത നിരവധി പേരിൽ നിന്ന് 5 ലക്ഷത്തോളം രൂപ തട്ടിയ കേസിൽ പിടികിട്ടാപ്പുള്ളിയായ പ്രതിയെ സിറ്റി പോലീസ് കമ്മീഷണർ നേതൃത്വത്തിലുള്ള LP സ്ക്വാഡ് പിടികൂടി. ആലുവ സ്വദേശി വാടയിൽ വീട്ടിൽ നിധിൻ ജോസിനെയാണ് LP സ്ക്വാഡ് അംഗങ്ങളായ ശശിധരൻ, വിനോദ് N ശങ്കർ, പ്രീബി എന്നിവരുടെ നേതൃത്വത്തിൽ പിടികൂടിയത്. പാറന്നൂരിൽ വൈദികൻ ഓടിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞു. കാറിലുണ്ടായിരുന്ന പുതുശ്ശേരി പള്ളി വികാരി ഫാദർ പോൾ പുലിക്കോട്ടിൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തൃശൂരിൽ നിന്ന് കുന്നംകുളത്തേക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം. ബസിന് സൈഡ് കൊടുക്കുന്നതിനിടെ കാർ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. മുല്ലശ്ശേരി ഊരകത്ത് കനത്ത മഴയിൽ കിണറും മോട്ടോർ പുരയും ഇടിഞ്ഞു താഴ്ന്നു. ഊരകം റേഷൻ കടയ്ക്ക് സമീപം പാലത്തിങ്കൽ ശ്രീധരൻ നായരുടെ വീട്ടുവളപ്പിലെ കൽക്കിണറും കിണറിനോട് ചേർന്നുള്ള മോട്ടോർ പുരയുമാണ് ഇടിഞ്ഞു താഴ്ന്നത്. മുല്ലശ്ശേരി പഞ്ചായത്ത് ഓഫീസിലും വില്ലേജ് ഓഫീസിലും ശ്രീധരൻ അപേക്ഷ നൽകി.
അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള 5 പഞ്ചായത്തുകളിൽ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം നടപ്പിലാക്കുന്ന വനിതാ ജൈവ പച്ചക്കറി കൃഷിക്ക് താന്യം പഞ്ചായത്തിൽ തുടക്കമായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി.എൻ. ശങ്കരൻ ആദ്യ തൈനട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷീജ സദാനന്ദൻ അധ്യക്ഷയായി. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമ ലതാകുമാരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എ ജെ ജയ്മോൻ, രവി പീച്ചെടുത്ത് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പദ്ധതി പ്രകാരം 5 ലക്ഷം രൂപയ്ക്കാണ് 2.5 ലക്ഷത്തോളം വിവിധ നടീൽ തൈകൾ കുടുംബശ്രീ ഗ്രൂപ്പുകൾക്ക് നൽകുന്നത്. താന്യം പഞ്ചായത്തിൽ മാത്രം 24,000 തൈകളാണ് ആദ്യഘട്ടങ്ങളിലായി വിതരണം ചെയ്യുന്നത്. ബൈക്ക് മോഷണ കേസിൽ പിടികിട്ടാപ്പുള്ളിയായ പ്രതിയെ സിറ്റി പോലീസ് കമ്മീഷന്റെ നേതൃത്വത്തിലുള്ള LP സ്ക്വാഡ് അംഗങ്ങൾ പിടികൂടി. വടുകര സ്വദേശി ഇരുമ്പൻ വീട്ടിൽ കിരൺ ജോസാണ് അറസ്റ്റിലായത്. LP സ്ക്വാഡ് അംഗങ്ങളായ സാജി ബിനു കുര്യാക്കോസ്, പ്രദീപ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മുല്ലശ്ശേരി വാളാരെ ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് ആനയൂട്ട് നടത്തി. ക്ഷേത്രം ഊരാളൻ ശ്രീകുമാർ തമ്പുരാൻ, പൂജാരി സുബ്രഹ്മണ്യൻ എന്നിവർ വിവിധ പൂജകൾക്ക് നേതൃത്വം നൽകി. ആനയൂട്ടിൽ 3 ഗജവീരന്മാർ പങ്കെടുത്തു. കത്തോലിക്ക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ബിജു പറയുന്നില്ലം നയിക്കുന്ന മോചനയാത്രയുടെ ഭാഗമായി വടക്കാഞ്ചേരി ഫൊറോന പള്ളിയിൽ യോഗം ചേർന്നു. വടക്കാഞ്ചേരി ഫൊറോന വികാരി ഫാദർ തോബിയസ് ചാലക്കൽ ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ KM ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി, ചേലക്കര, വേലൂർ, എരുമപ്പെട്ടി എന്നീ ഫൊറോന ഭാരവാഹികൾ യോഗത്തിൽ പങ്കെടുത്തു. എടവിലങ്ങ് കാരയിൽ ഓട്ടോറിക്ഷ ഡ്രൈവറെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ ഓട്ടോ ടാക്സി ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു. എടവിലങ്ങ് പാലക്കപ്പറമ്പിൽ സനീഷിനെയാണ് കൊടുങ്ങല്ലൂർ SI PK പത്മരാജനും സംഘവും അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ജൂൺ 17-ന് കാര സെന്ററിലായിരുന്നു സംഭവം. ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ ടാക്സി പാർക്ക് ചെയ്യുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കം കത്തിക്കുത്തിൽ കലാശിക്കുകയായിരുന്നു. ഓട്ടോറിക്ഷ ഡ്രൈവറായ പ്രതാപനാണ് കുത്തേറ്റത്. സംഭവത്തെ തുടർന്ന് ഒളിവിൽ പോയ പ്രതിയെ കൊടുങ്ങല്ലൂരിൽ നിന്ന് പിടികൂടി. സഹപാഠിയുടെ പിതാവിന്റെ ചികിത്സയ്ക്കായി ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥികൾ ധനസഹായം നൽകി. സ്കൂളിൽ നടന്ന ചടങ്ങിൽ കുട്ടികൾ സമാഹരിച്ച 20,000-ഓളം രൂപ പ്രിൻസിപ്പൽ BS ബീനയ്ക്ക് വിദ്യാർത്ഥി പ്രതിനിധികൾ കൈമാറി. PTA പ്രസിഡന്റ് KS ബാബുരാജ്, പ്രധാനാധ്യാപിക ED ശോഭ, PTA അംഗം PN മുരളി തുടങ്ങിയവർ വിദ്യാർത്ഥിയുടെ വീട്ടിലെത്തിയാണ് തുക നൽകിയത്. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് സമീപം റെയിൽവേ ട്രാക്കിൽ ട്രെയിനിൽ നിന്ന് വീണ് മരിച്ച നിലയിൽ മധ്യവയസ്കനെ കണ്ടെത്തി. 50 വയസ്സ് തോന്നിക്കുന്ന ഇയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. വടക്കാഞ്ചേരി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം മുളങ്ങുന്നത്താവ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. വരവൂർ തളി സ്വദേശികളായ വിദ്യാർത്ഥികളെ കാണാനില്ലെന്ന് പരാതി. തളി കീഴ്ത്തുള്ളിക്കൽ അബ്ദുൽ ഖാദറിന്റെ മകൻ 17 വയസ്സുള്ള ഹസീബ്, കുറിഞ്ചാമയിൽ അബ്ബാസിന്റെ മകൻ 17 വയസ്സുള്ള അസ്കർ എന്നിവരെയാണ് കാണാതായത്. തലശ്ശേരി പെർഫെക്റ്റ് കോളേജിലെ +1 വിദ്യാർത്ഥികളായ ഇവർ ചൊവ്വാഴ്ച രാവിലെ കോളേജിലേക്ക് പോയതാണ്. വൈകിട്ട് വീട്ടിലേക്ക് എത്താത്തതിനെ തുടർന്ന് അന്വേഷണം നടത്തിയപ്പോൾ ഇവർ കോളേജിൽ എത്തിയിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എരുമപ്പെട്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അന്തിക്കാട് ബ്ലോക്കിൽപ്പെട്ട വിവിധ പഞ്ചായത്തുകളിലെ റേഷൻ കടകളിൽ അരി ലഭിക്കുന്നില്ലെന്ന് ആക്ഷേപം. ഒളരിയിലെ സ്വകാര്യ വ്യക്തിയുടെ ഗോഡൌണിൽ നിന്നുള്ള അരിയാണ് കഴിഞ്ഞ 10 വർഷമായി ഈ പഞ്ചായത്തുകളിലെ റേഷൻ കടകളിലേക്ക് വിതരണം ചെയ്തിരുന്നത്. സർക്കാരിന്റെ അംഗീകാരം ലഭിക്കുന്നതിന് വേണ്ടി സിവിൽ സപ്ലൈസിനെ സമീപിച്ചെങ്കിലും നടപടിയെടുത്തിരുന്നില്ല. ഇതേ തുടർന്ന് ഇയാൾ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. സ്വകാര്യ വ്യക്തിക്ക് ഗോഡൌൺ ലൈസൻസ് നൽകേണ്ടതില്ലെന്നും സിവിൽ സപ്ലൈസ് അധികൃതർ പകരം സംവിധാനം ഒരുക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഇതോടെ ഒളരിയിലെ ഗോഡൌണിൽ നിന്ന് റേഷൻ കടകളിലേക്ക് എത്താതായി. ഉദ്യോഗസ്ഥരുടെ നിസ്സഹകരണം മൂലം കാര്യങ്ങൾ തകിടം മറിയുകയാണെന്ന് റേഷൻ കടക്കാർ ആക്ഷേപിച്ചു. പോലീസുകാരൻ പിടിച്ചുവാങ്ങിയ ഡ്രൈവിംഗ് ലൈസൻസ് തിരിച്ചു നൽകാത്തതിൽ പൊതുപ്രവർത്തകനായ വത്സൻ താമരയൂർ ഗുരുവായൂർ നഗരത്തിൽ ഉന്തുവണ്ടി വലിച്ച് പ്രതിഷേധിച്ചു. 3 വർഷം മുമ്പ് വാഹനം ഓടിക്കുമ്പോൾ മൊബൈലിൽ സംസാരിച്ചു എന്നതിന്റെ പേരിലാണ് തന്റെ കയ്യിൽ നിന്ന് പോലീസുകാരൻ ലൈസൻസ് തട്ടിയെടുത്തതെന്ന് വത്സൻ പറഞ്ഞു. ലൈസൻസ് തിരിച്ചു നൽകാൻ നടപടി സ്വീകരിക്കണമെന്ന് വത്സൻ ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. ചെങ്ങാലൂർ രണ്ടാംകല്ലിൽ യുവതിയെ കൊലപ്പെടുത്തി കിണറ്റിൽ തള്ളിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി. പ്രതിയെന്ന് സംശയിക്കുന്ന ഭർത്താവിന്റെ ഫോട്ടോ പുതുക്കാട് പോലീസ് പുറത്തുവിട്ടു. ഭൂമി കച്ചവടത്തിന്റെ മറവിൽ 2.5 ലക്ഷം രൂപ തട്ടിയെടുത്തയാളെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. വിവിധ ജില്ലകളിലായി 80 ലക്ഷം രൂപയുടെ തട്ടിപ്പ് പ്രതി നടത്തിയിട്ടുണ്ടെന്ന് പോലീസ്. BJP ഉയർത്തുന്ന വർഗീയ ഫാസിസവും CPMന്റെ അക്രമ രാഷ്ട്രീയവും തടയുന്നതിന് കോൺഗ്രസിന് മാത്രമേ കഴിയൂവെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. നരേന്ദ്രമോദി സർക്കാർ കോർപ്പറേറ്റുകളുടെ സംരക്ഷകരായെന്നും സുധീരൻ. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.